ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോക്ക് സ്പോർട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് KBFCയുടെ ഫോറിൻ താരങ്ങളെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ഫോറിൻ താരങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അവരുടെ കോച്ചിനൊന്ന് പരിചയപ്പെടാം. അവരുടെ കോച്ച് കിബു ഉക്കുവിനെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു സ്പാനിഷ് പരിശീലകനാണ്. ഇദ്ദേഹം കഴിഞ്ഞൊരു സീസണിൽ നമ്മുടെ മോഹൻ ബഗാൻ FC ചാമ്പ്യന്മാരാക്കിയിട്ടുള്ളൊരു കോച്ചാണ്. ഇദ്ദേഹം ഒരു സ്പാനിഷ് പരിശീലകനാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഭൂരിഭാഗവും ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇദ്ദേഹം വളരെ മികച്ചൊരു പ്രകടനമാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മുടെ KBFC സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹമായിരിക്കും അടുത്തൊരു സീസണിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിയുടെ കോച്ചായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് അവരുടെ ഫോറിൻ താരങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ അവരുടെ ഫോറിൻ താരങ്ങളെ പരിചയപ്പെടുന്നത് ഡിഫൻസ്, മിഡ്ഫീൽഡ്, ഫോർവേഡ് ഈ 3 പൊസിഷനിൽ കളിക്കുന്ന ഫോറിൻ താരങ്ങളെയും നമ്മൾ ആ ഒരു ഓർഡറിലായിരിക്കും പറഞ്ഞു പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KBFCക്ക് വേണ്ടിയിട്ട് ഡിഫൻസിൽ ബൂട്ട് കെട്ടാൻ പോകുന്ന ഫോറിൻ താരമാണ് ബക്കാരി കോൺ. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ ഡിഫൻഡറാണ്. ഫ്രഞ്ച് ലീഗ് 1 ക്ലബ്ബായിട്ടുള്ള ഒളിമ്പിക് ലിയോണിൻ്റെ താരമായിരുന്നു ഇദ്ദേഹം 2011 മുതൽ 16 വരെ. അതിനുശേഷം ഇദ്ദേഹം സ്പാനിഷ് സെഗുണ്ട ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള മലാഗ FC താരമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ അർസനൽ ടൂള എന്ന് പറയുന്നൊരു റഷ്യൻ ക്ലബ്ബിൽ നിന്നാണ് നമ്മുടെ KBFC റാഞ്ചിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർക്കിന-ഫസോ നാഷണൽ ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമാണ്. ഇദ്ദേഹം ആ ഒരു ടീമിന് വേണ്ടിയിട്ട് ഇദ്ദേഹം 80-ലധികം മത്സരങ്ങൾ ബുർക്കിന-ഫസോ എന്ന് പറയുന്ന നാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അടുത്തൊരു താരമാണ് കോസ്റ്റാന മോനസു. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു സിംബാബ്വൻ താരമാണ്. ഇദ്ദേഹം ചെക്ക് ക്ലബ്ബായിട്ടുള്ള സ്പാർട്ട പ്രാഗിൽ നിന്നാണ് നമ്മുടെ KBFCയിലേക്ക് വരുന്നത്. ഓക്കെ, ഇദ്ദേഹം ആ ഒരു സ്പാർട്ട പ്രാഗ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ലെജൻഡറി പ്ലെയറാണ്. അതോടൊപ്പം ഇദ്ദേഹം സിംബാബ്വൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് 11 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയിട്ടുള്ളൊരു താരം കൂടെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസിൽ എന്താ പറയുക ശക്തമായിട്ടുള്ളൊരു പ്രാധാന്യം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഡിഫൻസ് ശക്തിയാക്കാൻ ഇദ്ദേഹത്തിൻ്റെ വരവ് വളരെ മികച്ചൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇദ്ദേഹവും ബക്കാരി കോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ മികച്ചതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോംബോ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുക തന്നെയാണ്. ഇനി നമുക്ക് മിഡ്ഫീൽഡിലോട്ട് കിടക്കാം. മിഡ്ഫീൽഡിൽ മെയിനായിട്ട് 3 താരങ്ങളാണ് KBFCക്ക് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടുന്നത്. ഒന്ന് സ്പാനിഷ് മിഡ്ഫീൽഡറായിട്ടുള്ള വിസെൻ്റെ ഗോമസ്, 2 സെർജിയോ സുഡോഞ്ച, പിന്നൊന്ന് ഫക്കുണ്ടോ പെരേര. വിസെൻ്റെ ഗോമസിനെ കുറിച്ചിട്ട് പറയാം. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു സ്പാനിഷ് താരമാണ്. 8 വർഷം ഇദ്ദേഹം സ്പാനിഷ് ലാലിഗ ക്ലബ്ബായിട്ടുള്ള ലാസ് പാൽമാസിന് വേണ്ടിയിട്ടാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹം 2018 സ്പാനിഷ് സെഗുണ്ട ഡിവിഷനിൽ കളിക്കുന്ന ഡിപ്പോർട്ടീവ ലാ കൊറൂണ എന്ന് പറയുന്നൊരു ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ KBFC ഇദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് വിസെൻ്റെ ഗോമസ്. അടുത്തൊരു താരമാണ് ഫക്കുണ്ടോ പെരേര. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു അർജൻറ്റീൻ താരമാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരം കൂടിയാണ് ഫക്കുണ്ടോ പെരേര. അപ്പം ഇദ്ദേഹത്തെ അപ്പോളോ ലിമാസോൾ എന്ന് പറയുന്ന ഒരു സൈപ്രസ് ക്ലബ്ബിൽ നിന്നാണ് നമ്മുടെ KBFC സൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹം നിരവധിയധികം എന്താ പറയുക അർജൻറ്റീൻ ക്ലബ്ബിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മെക്സിക്കൻ ക്ലബ്ബിനുമൊക്കെ വേണ്ടിയിട്ട് ബൂട്ട് കെട്ടിയിട്ടുള്ളൊരു താരം കൂടെയാണ് നമ്മുടെ ഫക്കുണ്ടോ പെരേര. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ക്വാറൻറ്റൈൻ ഇന്ന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഇദ്ദേഹം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അടുത്തൊരു താരമാണ് സ്പാനിഷ് താരമായിട്ടുള്ള സെർജിയോ സുഡോഞ്ച. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 ഇദ്ദേഹം ISL ജംഷഡ്പൂർ FCയുടെ താരമായിട്ട് വരുന്നത്. അവിടെ ഇദ്ദേഹം 3 ഗോളുകൾ ജംഷഡ്പൂർ FCക്ക് നേടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രകടനം കൊണ്ട് തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം കഴിഞ്ഞൊരു സീസണിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞൊരു സീസണിൽ ഇദ്ദേഹം 8 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 1 അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞൊരു സീസണിൽ ഇദ്ദേഹത്തിന് ഒരുപാട് മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പരിക്കൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞൊരു സീസണിൽ. അപ്പോൾ അടുത്തൊരു സീസണിലേക്കൂടെ നമ്മുടെ സെർജിയോ സുഡോഞ്ചയെ കേരള ബ്ലാസ്റ്റേഴ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന ഫോറിൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. മെയിനായിട്ട് 2 താരങ്ങളാണ് KBFCയുടെ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്നത്. ഒന്ന് ജോർദാൻ മുറെ, അതേപോലെ തന്നെ ഗ്യാരി ഊപ്പർ. ജോർദാൻ മുറയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് നമ്മുടെ ഏഷ്യൻ കോട്ട താരം, അതായത് AFC അഫിലിയേറ്റഡ് പ്ലെയർ. അപ്പം ഇദ്ദേഹത്തെ ലീഗ് ക്ലബ്ബായിട്ടുള്ള സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിൽ നിന്നാണ് നമ്മുടെ KBFC റാഞ്ചിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അവിടെ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു യുവതാരമാണ്. 25 വയസ്സ് മാത്രമാണ് ജോർദാൻ മുറയുടെ പ്രായം വരുന്നത്. ഇനി നമുക്ക് അടുത്ത താരത്തെ പരിചയപ്പെടാം. അടുത്തൊരു താരമാണ് ഗ്യാരി ഹൂപ്പർ. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് താരമാണ്. സ്കോട്ടിഷ് ക്ലബ്ബായിട്ടുള്ള കെൽറ്റിക്കിന് വേണ്ടിയിട്ടൊക്കെ വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ്. കഴിഞ്ഞൊരു സീസണിൽ ഇദ്ദേഹം ലീഗ് ക്ലബ്ബായിട്ടുള്ള വെല്ലിംഗ്ടൺ ഫീനിക്സ്
ഫീനിക്സിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. അവിടെ ഇദ്ദേഹം 8 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് KBFCക്ക് വേണ്ടിയിട്ട് വെല്ലിംഗ്ടൺ ഫീനിക്സിന് വേണ്ടിയിട്ട് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ഇദ്ദേഹം KBFCക്ക് വേണ്ടിയിട്ട് വളരെ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം 2 മത്സരങ്ങളിൽ നിന്ന് ഒരു പ്രീ സീസണിലെ 2 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും KBFCക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുത്തിട്ടുള്ളൊരു താരം കൂടിയാണ് ഗ്യാരി കൂപ്പർ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് വളരെ എന്താ പറയുക, പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് നമ്മുടെ ഗ്യാരി കൂപ്പർ. അപ്പം ഈ പറഞ്ഞ 7 ഫോറിൻ താരങ്ങളിൽ നിങ്ങൾ ആരുടെ പ്രകടനം കാണാനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്താം. അപ്പം ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നമ്മൾ ISL 11 ടീമുകളുടെയും ഫോറിൻ താരങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ആ ഒരു വീഡിയോസും മറ്റൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പം അവിടെ ആ ഒരു 11 ടീമുകളുടെയും ഫോറിൻ താരങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.